സാറിനോട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. സാറിന് അവാർഡ് കിട്ടിയ ഒരു കഥയുണ്ടല്ലോ, അതിനെ കുറിച്ചാണ് അറിയേണ്ടത്. ഇപ്പൊ തനിക്ക് എന്റെ പീഡനത്തെ കുറിച്ചാണ് അറിയേണ്ടത് അല്ലേ? അയ്യോ സാർ, ഏത് പീഡനം? സാർ ഏതെങ്കിലും പീഡന കേസിൽ പ്രതിയായിരുന്നോ? താനും എന്നെ പീഡിപ്പിക്കാൻ വന്നതാണോ? എടോ, എന്റെ കഥയുടെ പേരാണ് പീഡനം. പേര് ഏതായാലും സൂപ്പർ ആയിരിക്കുന്നു സാർ. ഏതായാലും അതിനെ കുറിച്ച് പറഞ്ഞാൽ. ഒരു പെൺകുട്ടി ജനിക്കുന്ന അന്ന് തൊട്ട് ഈ സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു. ശരിയാണ് സാർ. അവൾ ജനിക്കുന്ന ഹോസ്പിറ്റലിൽ വെച്ച് അവളെ ഡോക്ടർ പീഡിപ്പിക്കുന്നു. സാർ അതെങ്ങനെ മനസ്സിലായില്ല? കുഞ്ഞിന്റെ 2 കാലുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവളെ ഉച്ചത്തിൽ കരയിക്കുന്നു. ആരോഗ്യ പീഡനം. അച്ഛന്റെ അമ്മയോ മടിയിലിരുത്തിക്കൊണ്ട് തട്ടാൻ അവളെ പീഡിപ്പിക്കുന്നു. സൗന്ദര്യ പീഡനം. ഓ, കാതുകൊത്ത്. സാറിന്റെ ബുദ്ധി അപാരം. പിന്നീട് അവളുടെ സമ്മതമില്ലാതെ ഹരിശ്രീയുടെ പേരും പറഞ്ഞ് എഴുത്തച്ഛൻ പീഡിപ്പിക്കുന്നു. വിദ്യാപീഡനം. ഓ, എഴുത്തിനിരുത്തൽ. ഒടുവിൽ വിവാഹത്തിന്റെ ആദ്യ ദിവസം തൊട്ട് പീഡന പരമ്പര തന്നെ തുടരുകയാണ്. എന്തോന്ന് കഥയാണോ താൻ എഴുതി വെച്ചിരിക്കുന്നത്? എന്റെ ഒക്കെ വീട്ടിലെ എല്ലാ പണിയും ഞാനാ ചെയ്തിരിക്കുന്നത്. ശരിക്കും പീഡന ആണുങ്ങൾക്കാണോ? താനിത് വിട്, ഞാൻ പറയുന്നൊന്നും കേൾക്ക്. താൻ വിട്. എടോ, എന്റെ വീട്ടിൽ ഇത് തന്നെയാണ് അവസ്ഥ. കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് വീട്ടിലെ പണി മുഴുവൻ ഞാൻ തന്നെയാണോ ചെയ്യുന്നത്? ഞാൻ ആ കഥയിൽ പറഞ്ഞില്ലേ, കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് പീഡന പരമ്പര തുടരുകയാണെന്ന്. നമ്മുടെ ഭർത്താക്കന്മാരുടെ പീഡന പരമ്പരയാണോ ഞാൻ പറഞ്ഞത്? ലുണ്ടാപ്പി കുട്ടിച്ചാത്തൽ ലുണ്ടാപ്പി കടുവകളും കിടുവകളും